മണിപ്പൂർ സീരിയലിന്റെ വരാനിരിക്കുന്ന എപ്പിസോഡ് റിവ്യൂ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രവി ചന്ദ്രമതിയുടെ അടുത്ത് പറയുന്നുണ്ട്, രേവതി ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് തന്നെ അവളുടെ വളർച്ചയ്ക്ക് നീ ഉപകാരം ചെയ്തിട്ടില്ലെങ്കിലും ഉപദ്രവം ചെയ്യാതിരിക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ, നിങ്ങൾ ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എൻ്റെ അടുത്ത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ആ പണം എടുത്തത് ചിന്താമണി തന്നെയാണെന്നുള്ള കാര്യം എന്താ ഉറപ്പ് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അപ്പോഴേക്കും ശ്രീകാന്ത്, അമ്മേ, ഈ പണം അവരുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങൾ എടുത്തത്. ഇത് കേൾക്കുമ്പോൾ ചന്ദ്രമതി ആകെ ഷോക്കടിച്ച പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. അതെ, അവരുടെ വീട്ടിലായിരുന്നു ഈ പണം ഉണ്ടായിരുന്നത്. ഞങ്ങൾ പോയിട്ട് എടുത്തു എന്ന് വർഷയും പറയുന്ന സമയത്ത്, നിങ്ങൾ ആ വീട്ടിൽ പോയിട്ട് മോഷ്ടിച്ചെടുത്തോണ്ട് വന്നതാണോ എന്ന് ശ്രുതി ചോദിക്കുന്നുണ്ടേ. അവര് മോഷ്ടിച്ചത് ഞങ്ങൾ എടുത്തോണ്ട് വന്നിരിക്കുകയാണ്, അതിന്റെ പേര് മോഷണം എന്നല്ല. ഇത് കേൾക്കുമ്പോൾ രവി ചോദിക്കുന്നുണ്ട് കേട്ടോ, അല്ല അവരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ എങ്ങനെയാ പണം എടുത്തിട്ട് വന്നതെന്ന്. അതാണെങ്കിൽ ഞങ്ങൾ പറഞ്ഞത് റെയ്ഡ് എന്നുള്ള കാര്യം. സച്ചിയേട്ടൻ കറക്റ്റ് ആയിട്ടൊരു പ്ലാൻ ഉണ്ടാക്കി. ആ പ്ലാൻ പ്രകാരം തന്നെ ഞങ്ങൾ ഇൻകം ടാക്സ് വരിക എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ ഇല്ലാത്ത സമയത്ത് അവിടെ ഫുള്ള് റെയ്ഡ് ചെയ്തിട്ട് രേവതി ചേച്ചിയുടെ പണം എടുത്തിട്ട് വന്നു. ഞങ്ങൾ നോക്കിയ സമയത്ത് അച്ഛ അവിടെ പണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ എടുത്തിട്ട് വന്നു എന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട്. ഇതിന്റെ പേര് ചീറ്റിംഗ് എന്നാണിടാ. ഇതെങ്ങാനും പിടിക്കപ്പെട്ടായിരുന്നെങ്കിൽ ജയിലിൽ പോയിട്ട് കമ്പി എണ്ണേണ്ടി വന്നേനെ. അച്ഛ, ഇത് വലിയ ക്രൈം ആണെന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട്. ഇത് കേട്ട ഉടനെ സച്ചി പറയുന്നത്, ആര് ഏത് രീതിയിലാണോ നമ്മളെടുത്ത് സംസാരിക്കുന്നത് അതേ രീതിയിൽ തന്നെ വേണം നമ്മൾ തിരിച്ചും സംസാരിക്കണം. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും ആ സ്ത്രീ പണം എടുത്തു എന്നുള്ള കാര്യം പറയില്ല. ആ പണം അവർ മാറ്റിവെക്കും. അതുകൊണ്ടാണ് ആ സ്ത്രീയുടെ അതേ റൂട്ടിൽ തന്നെ ഞങ്ങൾ പോയിട്ട് പണം എടുത്തിട്ട് വന്നത്. പണം കിട്ടിയത് സന്തോഷം തന്നെയാണ്, പക്ഷേ ഇങ്ങനത്തെ എന്തെങ്കിലും ഏടാകൂടത്തിൽ പോയി പെട്ടിട്ട് അവസാനം നിങ്ങൾക്ക് തന്നെ പ്രശ്നമാവോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് രവി പറയുന്നത്. അങ്ങനെ അച്ഛൻ പ്രശ്നമൊന്നും ഉണ്ടാവാൻ വേണ്ടി പോകുന്നില്ല. ഒരു മഞ്ഞ കവറിനകത്താണ് രേവതി പണം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. ആ പണം അവിടെ ഉള്ളത് ഞങ്ങൾ എടുത്തിട്ടങ്ങ് പോന്നു, അത്രേ ഉള്ളൂ. ഇപ്പോഴെങ്കിൽ മനസ്സിലായോ അവരാണ് മോഷ്ടിച്ചത് എന്നുള്ള കാര്യം ചന്ദ്രമതിയുടെ അടുത്ത് ചോദിക്കുകയാണ് സച്ചി. ഇതെല്ലാം കേൾക്കുമ്പോൾ നമ്മുടെ ചന്ദ്രമതിക്കാണെന്നുണ്ടെങ്കിൽ ആകെ ഷോക്കടിച്ച പോലെയാണ് കേട്ടോ. ഇത്രയ്ക്കൊന്നും ഒരിക്കലും ചന്ദ്രമതി പ്രതീക്ഷിക്കുന്നില്ലല്ലോ. തുടർന്ന് രവിയും പറയുന്നുണ്ട്, ഇതുപോലത്തെ കാര്യങ്ങളൊന്നും ശരിയായിട്ടുള്ളതല്ല, അതുകൊണ്ട് തന്നെ ആ സ്ത്രീയുമായിട്ട് നിനക്ക് ഒരു കൂട്ടവും വേണ്ട. നിനക്ക് ദേഷ്യമുണ്ട് രേവതിയുടെ അടുത്ത്, അത് ആ സ്ത്രീ മുതലെടുക്കും. ഇതുപോലെ നീ വീണ്ടും എന്തെങ്കിലും ഒപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ഒരുപോലെ ആയിരിക്കില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും രേവതി അമ്മയെ ചീത്ത വിളിക്കേണ്ട എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചന്ദ്രമതിക്ക് ദേഷ്യം വരികയാണ് കേട്ടോ. നീ എന്താ ശുപാർശ ചെയ്യണോ എനിക്ക് വേണ്ടിയിട്ട് അവരെടുത്ത്? അവര് ചീത്ത വിളിക്കുകയാണെങ്കിൽ ചീത്ത വിളിച്ചോട്ടെ, നീ ഒന്നും പറയണ്ട. അച്ഛ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കുറച്ച് നല്ല ചീത്ത വിളിക്കുക അമ്മേനെ എന്നുള്ള കാര്യം സച്ചി. തുടർന്ന് രവിയാണെന്നുണ്ടെങ്കിൽ രേവതിയുടെ അടുത്ത് പറയുന്നുണ്ട്, നമ്മുടെ ജീവിതത്തില് അതുപോലെ തന്നെ തൊഴിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ വളർച്ച മുകളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് എതിരാളികളായിട്ട് ഒരുപാട് പേരുണ്ടാകും. എന്റെ ജോലിയിലും ഇതുപോലെ തന്നെ എന്റെ ഉയർച്ചയിൽ അസൂയുള്ള ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി, നമ്മുടെ വർഷയുടെ അച്ഛനും അല്ലേ എന്നുള്ള കാര്യം ചോദിക്കുകയാണേ. അത് കേട്ടിട്ട് വർഷയ്ക്ക് വല്ല ഫീലിങ്സ് ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ സച്ചി പറഞ്ഞല്ലോ എന്നുള്ള രീതിയിലൊരു മതിലുണ്ട്. അല്ലടാ, എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ കാര്യം പറഞ്ഞത്. നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കേണ്ടേ, നമ്മൾ സത്യസന്ധമായിട്ട് നയിച്ചാൽ മാത്രം മതി. നല്ലവര് നിന്നെ രക്ഷിക്കുകയും നീ നല്ല നിലയിൽ എത്തുകയും ചെയ്യും ഒരു ദിവസം. അച്ഛന്റെ ആശീർവാദം പിന്നെ എന്റെ കൂടെയുള്ള ആൾക്കാരും മതി, എനിക്ക് അത് തന്നെ വലിയ ബലമാണ്. നീ എന്താ അവിടെ നോക്കി നിൽക്കുന്നത്? ഉള്ളിലേക്ക് വാ എന്ന് പറഞ്ഞിട്ട് ചന്ദ്രമതിയെ ദേഷ്യത്തോട് കൂടിയിട്ടാണ് കേട്ടോ അവിടുന്ന് കൂട്ടിയിട്ട് പോകുന്നത് രവിയും ചന്ദ്രയും. അതുപോലെ ശ്രുതിയും അവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം നമ്മുടെ രേവതി ആണെന്നുണ്ടെങ്കിൽ ഓടി ചെന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്തും വർഷയുടെ അടുത്തും താങ്ക്സ് പറയുന്നുണ്ട്. ഞങ്ങളോട് എന്തിനാ താങ്ക്സ് പറയുന്നത് ചേച്ചി? ഇതെല്ലാം സച്ചേട്ടന്റെ പ്ലാൻ ആണ് ചേച്ചി. ഇവനായിരുന്നു ഭയന്നുകൊണ്ടിരുന്നത്, എനിക്ക് ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു. ഇനി വീണ്ടും ഒരു റെയ്ഡിനും കൂടി പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ ഓക്കെ ആണെന്ന് പറയാണേ. ഒരു തവണ പോയപ്പോഴേക്കും എന്റെ ഹാർട്ട് പുറത്തേക്ക് വന്നതാ, നീ മതി പോയതെന്ന് പറഞ്ഞിട്ട് വലിച്ചോണ്ട് പോവാണ് കേട്ടോ വർഷ അവിടുന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ സച്ചിയുടെ അടുത്ത് താങ്ക്സ് പറയാൻ കേട്ടോ രേവതി. നീ എന്തിനാ എന്നോട് താങ്ക്സ് പറയുന്നെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ, ദേവുവിന്റെ പണമല്ലേ, അത് തിരികെ കൊടുക്കാൻ വേണ്ടി പറ്റില്ല എന്ന് കരുതി. എന്തായാലും ആ പണം തിരികെ കിട്ടിയല്ലോ, സന്തോഷം. നിങ്ങൾക്ക് സ്വീറ്റ്സ് എന്തെങ്കിലും ഞാൻ ഉണ്ടാക്കി തരട്ടെ, എന്താ വേണ്ടത് പറയാൻ വേണ്ടി പറയുന്നുണ്ടേ. സ്വീറ്റ് തന്നെയാണ്, അതും സ്വീറ്റിൽ ഇടുന്നത് തന്നെയാണ്. പഞ്ചാര അത് കിട്ടുമെന്നുള്ള കാര്യം ചോദിക്കുകയാണേ. രേവതിയുടെ നോട്ടം കാണുന്ന സമയത്ത്, മനസ്സിലായി, വീട്ടിൽ ആരെങ്കിലും കാണുന്നില്ലേ നീ പറയാൻ വേണ്ടി വരുന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ മുഖം തിരിക്കുമ്പോഴേക്കും കവിളത്ത് ഉമ്മ കൊടുത്തിട്ട് ഓടിപ്പോവാണ് കേട്ടോ രേവതി അവിടുന്ന്. സച്ചി ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ വർഷയും അതുപോലെ ശ്രീകാന്തും ഹോട്ടലിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടുത്തെ മാഡം വരുവാണ് കേട്ടോ. മാഡം എന്നിട്ട് ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, ഇന്ന് നമ്മുടെ ഹോട്ടൽ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്, ഫുഡെല്ലാം റെഡിയാണോ എന്ന് ചോദിക്കുമ്പോൾ, ഇതാ ഇപ്പൊ റെഡി ആവും എന്ന് പറയുന്നുണ്ട്. സമയം ഓപ്പണിങ്ങിന്റെ ടൈം ആവുന്നല്ലേ ഉള്ളൂ എന്നുള്ള കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇത് റിവ്യൂ ചെയ്യാൻ വേണ്ടി വരുന്നത് നല്ല സബ്സ്ക്രൈബേഴ്സും ഭയങ്കര ടോപ്പിലുള്ള ഒരാളാണ് എന്നും, അതുകൊണ്ട് തന്നെ അവർ നല്ല ബെസ്റ്റ് റിവ്യൂ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഹോട്ടലിന് അത് ഭയങ്കരമായിട്ട്
അത് നമുക്ക് വലിയൊരു മാർക്കറ്റിംഗ് ആണ്. അവർക്ക് 5 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്. എല്ലാ ഹോട്ടൽസിലും പോയിട്ട് ഫുഡിന്റെ റിവ്യൂ ചെയ്യലാണ് അദ്ദേഹത്തിന്റെ പണി. അങ്ങനെ ഫോളോ ചെയ്താൽ അത് നമുക്കും ഗുണമുള്ള കാര്യം തന്നെയാണ്. ഉടനെ തന്നെ ഫുഡൊക്കെ റെഡിയാക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ച് പറയാൻ കേട്ടോ ശ്രീകാന്തിന്റെ അടുത്ത്. ഓൺലൈൻ മാർക്കറ്റിംഗ് ആണ്, അതുപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് വരികയും ചെയ്യും. ഇന്ന് അവർ വന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നമ്മുടെ ഡിഷസ് എല്ലാം സൂപ്പർ ആണെന്നുള്ള ഒരു കാര്യം വീഡിയോ ഇട്ടാൽ മതി. ശ്രീകാന്ത് ഉടനെ തന്നെ അദ്ദേഹം എത്തും. അതിനു മുമ്പ് എല്ലാം റെഡി ആയിരിക്കണം എന്ന് പറയുമ്പോൾ ശ്രീകാന്ത് ഓക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ എല്ലാം റെഡിയാക്കുക എന്ന് പറഞ്ഞ് ശ്രീകാന്ത് അവിടെ നിന്ന് പോവാണ്. അതിന്റെ പുറകെ തന്നെ വർഷ പോകുമ്പോൾ വർഷയുടെ അടുത്ത്, വർഷ നിങ്ങളുടെ ഹെൽപ്പ് എനിക്ക് വേണം, വരുന്ന സമയത്ത് കംപ്ലീറ്റ് ആംബിയൻസും കാര്യങ്ങളെല്ലാം ഓക്കെ ആയിരിക്കണം എന്ന് പറയുമ്പോൾ അതെല്ലാം നീതു ഞാൻ സെറ്റ് ആക്കിക്കൊള്ളാം എന്ന് വർഷ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും ഭയങ്കരമായിട്ട് ജോലിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്കാണ് രേവതി ഇവരുടെ ഹോട്ടലിലേക്ക് വരുന്നത് കേട്ടോ, ഇവർക്കുള്ള ഫുഡുമായിട്ട്. കാരണം രേവതിയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു നിമിഷമാണല്ലോ പണം തിരികെ കിട്ടി. അതിന് കൂട്ടായിട്ട് നിന്നത് വർഷയും അതുപോലെ ശ്രീകാന്തും ആണല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് സ്വീറ്റ്സ് ചെയ്തിട്ട് കൊണ്ടുവരാണ് കേട്ടോ ചെയ്യുന്നത്. വർഷയാണെങ്കിൽ ഭയങ്കര ധൃതിയായിട്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കാണുമ്പോൾ രേവതി കാര്യം അന്വേഷിക്കുന്നുണ്ട്. അങ്ങനെ ഓൺലൈൻ റിവ്യൂവിന് വേണ്ടിയിട്ട് ഒരാൾ വരുന്നുണ്ട്. അതുകൊണ്ട് ചേച്ചി ഇത്തിരി തിരക്കാന്ന് പറയുകയാണേ. ഓക്കെ, നിങ്ങളെ തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് സമാധാനപരമായിട്ട് കഴിച്ചാൽ മതി, എന്തായാലും ചൂടാറുന്നതിന് മുമ്പ് കഴിക്കണമെന്ന് വർഷയുടെ അടുത്തും ശ്രീകാന്തിൻ്റെ അടുത്തും പറഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത്. രേവതിയുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തു കൊണ്ടുവന്നതാണല്ലോ. അപ്പോൾ അവർ ഓക്കെ പറഞ്ഞിട്ട് രേവതി അവിടുന്ന് പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ രേവതി പോയ ഉടനെ തന്നെ ആ ബോക്സ് തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സ്മെല്ലടിക്കുമ്പോഴേക്കും ഇപ്പം തന്നെ കഴിക്കാൻ വേണ്ടി തോന്നുന്നു എന്ന് വർഷ പറയുമ്പോൾ ശ്രീകാന്ത് ആദ്യം നീ ജോലി തീർക്ക്, അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാമെന്ന് പറയാണ്. ശരിയെന്ന് പറഞ്ഞിട്ട് അവർ ജോലിയൊക്കെ ചെയ്യുന്നതിന് ഇടയ്ക്ക് തന്നെ ആ റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആള് വരികയാണ് കേട്ടോ ചെയ്യുന്നത്. അങ്ങനെ അവർ വന്നിട്ട് ആദ്യം നീതുവിനായിട്ടാണ് കേട്ടോ സംസാരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു സിംഗപ്പൂർ ട്രിപ്പ് ഉണ്ടായിരുന്നു, അത് ക്യാൻസൽ ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള കാര്യം തീരുമാനിച്ചത്. നിങ്ങളുടെ ഡിഷസ് ഒക്കെ റെഡി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ നീതു ആ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും ഇത് കേട്ടുകൊണ്ട് നിൽക്കുന്ന വർഷയെ ചോദിക്കുന്നുണ്ട് കേട്ടോ, നിങ്ങൾ സിംഗപ്പൂരിൽ പോയിട്ട് റിവ്യൂ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് അവിടെ പോയിട്ട് കഴിക്കുക എന്നുള്ള കാര്യം കേട്ടോ. കാരണം എല്ലാത്തിനും ഒരു തരത്തിൽ പറയുന്ന രീതിയിലാണല്ലോ നമ്മുടെ വർഷ, ഒക്കെ ഒരു കുണപ്പിച്ച രീതിയിലാണല്ലോ ചോദ്യമൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും നീതു ആണെന്നുണ്ടെങ്കിൽ രണ്ടുപേരും പരിചയപ്പെടുത്തി കൊടുക്കുവാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്യാം, എവിടെ സ്ഥലം എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ റെസ്റ്റോറൻറ്റിൽ അവർക്ക് സെറ്റ് ചെയ്തിരിക്കുന്ന സ്പേസിൽ കൊണ്ടുപോയിട്ട് അദ്ദേഹത്തെ ഇരുത്തുന്നുണ്ട്. അതിനിടയ്ക്ക് നീതു ആണെന്നുണ്ടെങ്കിൽ ഫുഡ് റെഡിയായ കാര്യത്തെക്കുറിച്ച് അന്വേഷിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരു 10 മിനിറ്റിനുള്ളിലെല്ലാം റെഡിയാവുമെന്ന് പറയണേ. 10 മിനിറ്റോ? ഫുഡ് ഡിലേ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രശ്നമാകും. അദ്ദേഹം ബാഡ് റിവ്യൂ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം സ്പോയിലാകും. അദ്ദേഹം കഴിച്ചിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ടേസ്റ്റ് ഉണ്ടെന്ന് ഇടുകയുള്ളൂ, ഇല്ലെങ്കിൽ മൊത്തത്തിൽ സ്പോയിലാക്കി കളയും. നമുക്ക് ഡിഷസ് ഒന്നും കൊള്ളില്ല എന്ന് അയാൾ ഓൺലൈനായിട്ട് ലൈവായിട്ട് തന്നെ പറയുന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ഐഡിയ ചെയ്താലോ എന്നുള്ള കാര്യം ചോദിച്ചിട്ട് വർഷ രേവതി കൊണ്ടുവന്നിരിക്കുന്ന ഡിഷ് ഉണ്ടല്ലോ അത് അയാൾക്ക് സ്റ്റാർട്ടറായിട്ട് കൊടുക്കുക എന്ന് പറയാണ്. ഒരു വടയും അതുപോലെ ഒരു സ്വീറ്റാണ് കേട്ടോ കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഓക്കെ ആവുമോ എന്നുള്ള കാര്യം നീതു ചോദിക്കുന്നുണ്ടേ. ഒന്നുകൊണ്ട് ടെൻഷൻ ആവേണ്ട മാഡം, രേവതി ചേച്ചി നന്നായിട്ട് കുക്ക് ചെയ്യും, ശ്രീകാന്തിനേക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യും, അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ എല്ലാം ഞങ്ങൾ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ശ്രീകാന്തും വർഷയും കൂടി ആ ഡിഷ് അവർക്ക് സെർവ് ചെയ്യാൻ കേട്ടോ ചെയ്യുന്നത്. സെർവ് ചെയ്തിട്ട് കഴിക്കുന്നുണ്ട് അദ്ദേഹം. കഴിച്ചിട്ട് ഭയങ്കര സൂപ്പറായിട്ടുള്ള അഭിപ്രായമാണ് കേട്ടോ പറയുന്നത്. ഇതുവരെ ഇങ്ങനത്തെ ഒരു സ്വീറ്റ് അദ്ദേഹം കഴിച്ചിട്ടേ ഇല്ലെന്നുള്ള മട്ടിലൊക്കെ പറയുമ്പോഴേക്കും അവിടുത്തെ ഓണർക്ക് ഭയങ്കരമായിട്ട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. കാരണം അവർ വിചാരിച്ചത് ആകെ മൊത്തം കൊളാവുന്നതാണ്. കാരണം ശ്രീകാന്തിന്റെ കുക്കിങ്ങിനെ കുറിച്ചിട്ട് അറിയാം, പക്ഷെ രേവതിയെ കുറിച്ചിട്ടൊന്നും അറിയില്ലല്ലോ. അങ്ങനെ ഭയങ്കര നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ സാധാരണ അവരുടെ ഹോട്ടലിലുള്ള ഡിഷസും കാര്യങ്ങളൊക്കെ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. അതിലൊക്കെ നല്ല 9.5 ആണ് ഔട്ട് ഓഫ് 10 കൊടുക്കുന്നത്. ഈ സ്വീറ്റ്സിനാണെന്നുണ്ടെങ്കിൽ 5 ഔട്ട് ഓഫ് 5 കൊടുക്കുന്നുള്ള കാര്യം കൂടി പറയുമ്പോൾ അങ്ങനെ ഇവർ ഭയങ്കര ഹാപ്പി ആവാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഓൺലൈൻ മീഡിയക്കാരനൊക്കെ പോയതിന് ശേഷം ശ്രീകാന്തിൻ്റെ അടുത്തും അതുപോലെ വർഷയുടെ അടുത്തും സ്പെഷ്യൽ താങ്ക്സ് ഒക്കെ പറയുന്നുണ്ട് അവിടുത്തെ ഓണർ. ഞങ്ങളുടെ അടുത്തല്ല താങ്ക്സ് പറയേണ്ടത്, രേവതി ചേച്ചിയുടെ അടുത്താണെന്നുള്ള കാര്യം വർഷ പറയാണ് കേട്ടോ. ശ്രീകാന്തിനേക്കാളും നന്നായിട്ട് ചേച്ചി കുക്ക് ചെയ്യും, അതുകൊണ്ടാണെന്ന് പറയണേ. എന്തായാലും ഇന്ന് നിങ്ങൾ രണ്ടുപേരും കാരണം ഈ ഹോട്ടലിൽ നല്ല പേരാണ് ഉണ്ടായത്. എൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഇത് സ്വീകരിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് നേരെ പണം നീട്ടുന്നുണ്ട് കേട്ടോ. അയ്യോ മാഡം, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞങ്ങൾ ഞങ്ങളുടെ ജോലിയല്ലേ ചെയ്തത്, പക്ഷെ എൻ്റെ ഒരു സന്തോഷത്തിനാണ് മേടിക്കുക എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരുടെയും കൂടി കയ്യിലായിട്ട് 10,000 റുപ്പീസ് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ രണ്ടുപേരും ഹാപ്പി ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ വരുന്നതിന് മുമ്പാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ചന്ദ്രമതിയും അതുപോലെ രവിയും ശ്രുതിയും കൂടി ചേർന്ന് ചായ കുടിക്കുകയാണ്. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പുറത്ത് മാറി ഇരുന്നിട്ടാണ് കേട്ടോ കുടിക്കുന്നത്. ശ്രുതിയെ നോക്കുന്ന സമയത്ത് ചന്ദ്രമതി പറയുന്നുണ്ട്, നീ എന്താ അവിടെ നോക്കുന്നത്, നിന്റെ ബിസിനസ് ഒക്കെ എങ്ങനെ പോകുന്നു എന്ന് ചോദിക്കുകയാണെ. നന്നായിട്ട് പോകുന്നുണ്ട്. ആ,
നിന്റെ കഴിവിനനുസരിച്ച് നിനക്ക് സ്വന്തമായിട്ട് ബിസിനസ്സിന് കൊണ്ടു നടക്കാൻ വേണ്ടി പറ്റുന്നുള്ള കാര്യം ഇപ്പം മനസ്സിലായില്ലേ? വെറുതെ ആവശ്യമില്ലാത്ത ആൾക്കാരെയൊന്നും അവിടെ വലിച്ചിടണ്ട എന്ന് പറയാണ് കേട്ടോ. മറ്റാരെയും കുറിച്ചിട്ടല്ല, ശ്രുതിയെ കുറിച്ചിട്ടാണ്. ചന്ദ്രമതിയുടെ സംസാരം കേൾക്കുമ്പോൾ രവി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്താ, നിങ്ങൾ എന്തെങ്കിലും പറയാൻ വേണ്ടി പോവാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം, പറയേണ്ട ആൾക്കാർ പറയേണ്ടതല്ലേ എന്നുള്ള കാര്യമാണ് രവി ചോദിക്കുന്നത്. മറ്റൊന്നുമല്ല, ശ്രുതിയാണല്ലോ അതിന് മറുപടി കൊടുക്കേണ്ടത്. പക്ഷെ ശ്രുതി മിണ്ടാതിരിക്കുകയാണ്. അത് കഴിഞ്ഞ് അച്ഛ എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് കേട്ടോ അങ്ങോട്ട് ശ്രീകാന്തും കൂടെ വർഷയും കൂടി വരുന്നത്. രേവതി ചേച്ചി എവിടെയെന്നുള്ള കാര്യം ചോദിച്ചുകൊണ്ടാണ് വർഷ വരുന്നത്. ഇതാ വർഷ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം പറഞ്ഞ് വരുന്നുണ്ട്. വർഷയെ കണ്ട ഉടനെ തന്നെ രേവതിയാണെന്നുണ്ടെങ്കിൽ ഫ്രഷപ്പ് ആയിട്ട് വരും, ഞാൻ ചായ എടുക്കാന്ന് പറയാണ് കേട്ടോ രേവതി. അതൊക്കെ അവിടെ ഇരിക്കട്ടെ, ചേച്ചി ആദ്യം ഇങ്ങോട്ട് വാ. കൂടെ സച്ചി ഉണ്ട് കേട്ടോ. ആദ്യം തന്നെ വർഷ കൈ കൊടു ചേച്ചി എന്ന് പറഞ്ഞിട്ട് കൈ കൊടുക്കുന്നുണ്ടേ. ചേച്ചി ഇന്ന് ഞങ്ങൾ രണ്ടുപേരും ഭയങ്കര ഹാപ്പി എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് നിങ്ങളുടെ മുഖം കണ്ടുകഴിഞ്ഞാൽ തന്നെ അറിയാലോ, എന്തോ നല്ല കാര്യം നടന്നിട്ടുണ്ടല്ലോ. അതേ സച്ചിയേട്ടാ, ഞങ്ങളുടെ സന്തോഷത്തിന് കാരണം രേവതി ചേച്ചിയാണ്. ഞാൻ എന്ത് ചെയ്തു എന്നുള്ള കാര്യം രേവതി ചോദിക്കുന്നുണ്ട് കേട്ടോ. ചേച്ചി ഇന്ന് ഉണ്ടാക്കി കൊണ്ടുവന്ന സ്വീറ്റ് ഇല്ലേ, ആ സ്വീറ്റ് അത് ഒരു കസ്റ്റമർ റിവ്യൂ ചെയ്തിട്ട് സൂപ്പർ ആണെന്നുള്ള കാര്യം പറഞ്ഞു. റെസ്റ്റോറന്റ് നല്ല റിവ്യൂ തരാന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയി. നീതു വരെ ഭയങ്കര ഹാപ്പി ആയിരുന്നു, ചേച്ചിക്ക് താങ്ക്സ് പറയാൻ വേണ്ടി പറഞ്ഞു. ഇവരുടെ സംസാരം കേൾക്കുമ്പോൾ ചന്ദ്രമതിക്ക് അത്ര വലിയ ഇഷ്ടപ്പെടുന്നൊന്നുമില്ല കേട്ടോ. മുഖം ഒരുമാതിരി കോടിയ പോലെയൊക്കെ പിടിക്കുന്നുണ്ട്. തുടർന്ന് രവി ചോദിക്കുന്നുണ്ട്, എന്താ ശ്രീകാന്തിന്റെ കാര്യം? അച്ഛ ഇന്ന് റെസ്റ്റോറൻറ്റ് റിവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ എന്ന് രവി ചോദിക്കുമ്പോൾ, അച്ഛ റെസ്റ്റോറൻറ്റിൽ ഫുഡ് എങ്ങനെയുണ്ട്, ആംബിയൻസ് എങ്ങനെയുണ്ടെന്നൊക്കെ നോക്കിയിട്ട് വീഡിയോസ് എല്ലാം ഓൺലൈനിലിടും. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊക്കെയാണ് അച്ഛ ചെയ്യുന്നത്. ഏതെങ്കിലും ഹോട്ടലിലൊക്കെ പോയിട്ട് അങ്ങനെ കഴിച്ചിട്ട് ഇപ്പോഴത്തെ റീൽസിലൊക്കെ അങ്ങനെയാണ് ഇടുന്നുള്ള കാര്യം ശ്രുതിയും പറയുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ഫോളോവേഴ്സ് വെച്ചിരിക്കുന്ന ഒരാളാണ് ഇന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് റിവ്യൂ തരാൻ വേണ്ടി വന്നത്. അയാൾ വന്ന സമയത്ത് നമ്മുടെ ശ്രീകാന്ത് ആണെന്നുണ്ടെങ്കിൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടി ലേറ്റ് ആക്കി. അതേസമയം രേവതി ചേച്ചി ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സ്വീറ്റ് ചെയ്തിട്ട് കൊണ്ടുവന്നു. അത് ഞങ്ങൾ അവർക്ക് കൊടുത്തു. കഴിച്ചിട്ട് അദ്ദേഹം നന്നായിട്ടുണ്ടെന്നുള്ള കാര്യം പറഞ്ഞു. റെസ്റ്റോറൻറ്റിന്റെ സ്പെഷ്യലി അതാണെന്നുള്ള കാര്യം പറഞ്ഞിട്ട് പോയി. അവര് ലൈവ് വീഡിയോ വരെ ഇട്ടു. അതിനും നല്ല റെസ്പോൺസ് ആണ് കിട്ടിയത്. ഓ, നീ എനിക്ക് ഉണ്ടാക്കി തന്ന സ്വീറ്റ് ആണോ കൊടുത്തതെന്നുള്ള കാര്യം സച്ചി ചോദിക്കുമ്പോൾ അതേന്ന് രേവതി പറയുന്നുണ്ടേ. കളഞ്ഞു പോയ പണം കിട്ടാൻ വേണ്ടിയിട്ട് ഇവരും എനിക്ക് സഹായം ചെയ്തതല്ലേ, അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഉണ്ടാക്കി കൊണ്ടുപോയതാണ്. വേറെ എങ്ങനെയാ നന്ദി പറയേണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് ചേച്ചി, ഞങ്ങള് ചേച്ചിക്ക് ചെയ്തത് അത്ര വലിയ ഹെൽപ്പൊന്നുമല്ല. പക്ഷേ ചേച്ചി കാരണം ശ്രീകാന്തിന് നല്ല പേര് കിട്ടി. ചേച്ചി ചെയ്ത ഡിഷിന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിനാണ് ക്രെഡിറ്റ് കിട്ടിയത്. ചേച്ചി ആ ഡിഷിന്റെ റെസിപ്പി എനിക്ക് പറഞ്ഞു തരണേ, ഇല്ലെങ്കിൽ റെസ്റ്റോറൻറ്റിലേക്ക് വരുന്ന ആൾക്കാര് അതില്ല എന്ന് പറഞ്ഞിട്ട് പ്രശ്നം ഉണ്ടാക്കും. ഇതിലെന്താ ശ്രീകാന്തെ ഉള്ളത്, ഞാൻ പറഞ്ഞു തരാം. ഇത് കേട്ടോണ്ടിരിക്കുന്ന ചന്ദ്രമതി ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ചോദിക്കുന്നുണ്ട്, ശ്രീകാന്തെ നീ പല പല ഡിഷസ് റെസ്റ്റോറൻറ്റിൽ ചെയ്യുന്നുണ്ട്, അതിനൊന്നും കിട്ടാത്ത പേരാണോ ഇവളുടെ ആ ഒരു ഉണക്ക വടക്ക് കിട്ടുന്നത്? അമ്മേ, ചേച്ചി എന്നേക്കാൾ നന്നായിട്ട് കുക്ക് ചെയ്യുന്നുള്ള കാര്യമാണ് ഇതിന് മറുപടി ആയിട്ട് ശ്രീകാന്ത് പറയുന്നത്. തുടർന്ന് വർഷ, നീ ഇത് ഭയങ്കര ഹാപ്പി ആയിട്ട് ഞങ്ങൾക്ക് ഇതിന് പ്രതിഫലമായിട്ട് 10,000 rupees തന്നു. ഈ പണം ശരിക്കും ചേച്ചിക്കാണ് വന്ന് ചേരേണ്ടതെന്ന് പറഞ്ഞിട്ട് ആ 10,000 നമ്മുടെ രേവതിയുടെ കയ്യിലേക്ക് നീട്ടുവാണേ. അയ്യോ, ഇതൊന്നും എനിക്ക് വേണ്ട എന്ന് രേവതി പറയുമ്പോൾ, ന്യായം പ്രകാരം ചേച്ചിക്കാണ് ഈ പണം കിട്ടേണ്ടത്, വാങ്ങിക്കോ ചേച്ചി എന്ന് വർഷ വീണ്ടും പറയുന്ന സമയത്ത്, എന്താ ശ്രീകാന്ത് ഇത് 4 വടക്ക് 10,000 രൂപ തരുമോ നിങ്ങള്? അതൊന്നും വേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായിട്ട് ഉണ്ടാക്കി തരാന്നുള്ള കാര്യം വിചാരിച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കി തന്നത്. അതിന് നിങ്ങൾ പണം തരുവാണോ? അതൊന്നും എനിക്ക് വേണ്ട. റെസ്റ്റോറൻറ്റിന് നല്ല പേര് വന്നത് ചേച്ചി കാരണമാണ്. അതുകൊണ്ട് ചേച്ചി ഈ പാതി ഷെയറെങ്കിലും എടുക്കണം എന്ന് പറയണേ. രേവതി വീണ്ടും പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന്. അങ്ങനെ വർഷയും ശ്രീകാന്ത് വീണ്ടും നിർബന്ധിക്കുമ്പോൾ രവിയും പറയുന്നുണ്ട്, രേവതിയുടെ അടുത്ത് മോളെ മേടിച്ചോ, നീ കാരണം അവർക്ക് നല്ലത് നടന്നു, അതുകൊണ്ട് അവർ തരണം എന്ന് ആഗ്രഹിക്കുന്നു, വാങ്ങിക്കോ. അങ്ങനെ രേവതി പണം മേടിക്കാണ് കേട്ടോ. കിട്ടിയ ഉടനെ തന്നെ സച്ചിയുടെ അടുത്ത് സച്ചേട്ടൻ വെച്ചോ എന്ന് പറഞ്ഞ് കൊടുക്കാണ് കേട്ടോ. അങ്ങനെ ഇതെല്ലാം കണ്ടിട്ട് കണ്ണു തള്ളിങ്ങനെ ചന്ദ്രമതി നിൽക്കുവാണേ. ആ രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്. ബാക്കി വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എപ്പിസോഡിൽ കമന്റ് ചെയ്യണേ. താങ്ക് യു. ഇനി വരാൻ വേണ്ടി പോകുന്ന എപ്പിസോഡിനകത്ത് സുധിയെയും ശ്രുതിയെയും ചന്ദ്രമതി തന്നെ പിരിക്കാനുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. ആ വിശേഷങ്ങൾ കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നാളത്തെ എപ്പിസോഡിനായിട്ട് വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.